ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾക്ക് വാല്യൂസ് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചെയ്തു പോകും. അതിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്, അതിൽ നമുക്ക് എത്ര ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെന്നൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ചെയ്തു പോകും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മടുപ്പ് തോന്നും. ഒരു ബേൺ ഔട്ട് അല്ലെങ്കിൽ സ്ട്രെസ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് വാല്യൂസ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കുക. എഴുതി വച്ചിട്ട് ആട്രിബ്യൂട്ട് എ സ്കോർ ഫോർ ദാറ്റ്, ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു സ്കോർ കൊടുക്കുക. എന്നിട്ട് നോക്കുക, ആ സ്കോർ കൊടുക്കേണ്ടത് നമ്മൾക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് എന്നൊക്കെ പറയും. അങ്ങനെ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആ ബേസിൽ അതിനെ ഒന്ന് റാങ്ക് ചെയ്യാം. റാങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ അനാവശ്യമായിട്ട് ടൈം കൊടുക്കുന്നു, അനാവശ്യമായിട്ട് എഫേർട്ട് കൊടുക്കുന്നു, അനാവശ്യമായിട്ട് നമുക്ക് എനർജി കൊടുക്കുന്നു. അതുപോലെ തന്നെ വളരെ നമുക്ക് തിരിച്ചൊന്നും കിട്ടാത്ത, സന്തോഷം തരാത്ത കാര്യങ്ങളിലായിരിക്കും നമ്മൾ സംടൈംസ് നമ്മളിത് കൂടുതൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇത് വളരെ കൺസ്ട്രക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹാനികരമായിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാ കാര്യവും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ നല്ലതിനായിരിക്കും, പക്ഷെ പലപ്പോഴും നമുക്കതിൽ ഇൻട്രസ്റ്റ് തോന്നാറില്ല. സോ ട്രൈ ടു ഫൈൻഡ് ഇൻട്രസ്റ്റ് ഇൻ വാട്ട് എവർ യു ഡു ബേസ്ഡ് ഓൺ ദിസ് കൈൻഡ് ഓഫ് റാങ്കിങ്. നമുക്കത് മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെക്നിക്കാണിത്. നമ്മൾ ആ റാങ്ക് ചെയ്യുന്ന ഓർഡറിൽ അത് നമ്മൾ നന്നായിട്ട് കാണിക്കും ഏതിനാണ് നമ്മളപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്, ഹാപ്പിനെസ് കൊടുക്കുന്നതെന്നുള്ളത്. അതേ രീതിയിൽ ആ റാങ്ക് ചെയ്തിട്ട് ആ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ടൈം കൊടുക്കുന്നത് മിനിമൈസ് ചെയ്യാൻ നോക്കുക. സോ ട്രൈ ദിസ് ടെക്നിക്. ദിസ് ഈസ് കോൾഡ് വാല്യൂസ് ക്ലാരിഫിക്കേഷൻ. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ യു. Thank you.